നല്ല സിനിമ ഇറങ്ങുന്നതിന്റെ ഇടയിൽ ഇത് പൂറപ്പെടാം. വൈസ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി മോശമാണെന്ന് ഞാൻ പറയും. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ആക്ഷൻ മൂവി ആയിരിക്കും. പൂറപ്പെടാം ഉറങ്ങിപ്പോയി ഒറ്റയായിട്ട് കൊള്ളൂല, ഒട്ടും കൊള്ളൂല. ഈ സമയത്തൊക്കെ ഇങ്ങനെയുള്ള പടങ്ങളൊന്നും എടുക്കല്ലേ. നല്ല സിനിമ ഇറങ്ങുന്നതിന്റെ ഇടയിൽ ഇത് പൂറപ്പെടാം. ഇത്രയേ ഉള്ളൂ. കോമഡി സൂപ്പർ, അത് സൂപ്പർ. ആണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. അത്രേ ഉള്ളൂ. വൈസ് നോക്കുകയാണെങ്കിൽ ഇച്ചിരി മോശമാണെന്ന് ഞാൻ പറയും. അത്രേ ഉള്ളൂ. ഇല്ല ഇല്ല, നല്ല കോമഡി ഉണ്ട്, അത്രേ ഉള്ളൂ. അടിപൊളിയായിട്ടോ, കുഴപ്പമില്ല. അവസാനം ഇച്ചിരി ഒരു ലാഗും ക്ലൈമാക്സ് ഉണ്ട്, വേറെ കുഴപ്പമില്ല. ആ പാട്ടും അങ്ങനത്തെ വേണ്ടെന്നേ. രണ്ടുപേരും ഒരുപോലെ തന്നെ, രണ്ടുപേരും. പടം കുഴപ്പമില്ല, കോമഡിയാണ്. എന്താണ്, ഒരു കോമഡി സർവൈവൽ ത്രില്ലർ, ആ മോഡലാണ് പടം. എടുത്തേക്കുന്ന രീതിയൊന്നും കുഴപ്പമില്ല. നമുക്ക് അത്യാവശ്യം ചിരിയൊക്കെ വരുന്നുണ്ട്. ഒരു ഡിഫറെന്റ് അറ്റംപ്റ്റ്, കുഴപ്പമില്ല. രണ്ടുപേരും കട്ടായി നിൽപ്പുണ്ട്. ഫസ്റ്റ് ഹാഫിൽ അത്യാവശ്യം സ്കോർ ചെയ്ത ചാക്കോച്ചനാണ്, സെക്കൻഡ് ഹാഫിൽ സുരാജാണ്. പെർഫോമൻസ് ഇവർ രണ്ടുപേരും മാത്രമല്ല, രാജേഷ് മാധവനും കുഴപ്പമില്ല. ഓവറോൾ കുഴപ്പമില്ല, നമുക്ക് കണ്ടിരിക്കാം. വാച്ചബിൾ ആയിട്ടൊരു പടമാണ്, കണ്ടിരിക്കാം. കോമഡി മൂവി ടൈപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. കൂടുതൽ സുരാജ് തന്നെ, പഞ്ചകഭവനെ കാട്ടി സുരാജ് തന്നെ സ്കോർ ചെയ്തിരിക്കുന്നത്. എന്തോ ഇല്ല, ലാഗില്ല. നമുക്കൊരു എന്റർടൈൻമെന്റ് പടം ആ ഒരു രീതിയിലാണ്. അതെ. അത് നമുക്ക് ആ ഒരു വാർത്ത 2-3 വർഷം മുമ്പേ എങ്ങാണ്ടുള്ള ഒരു സംഭവമായിരുന്നു. അതുമായിട്ട് റിലേറ്റഡ് ആവുന്നുണ്ട്. കണക്ട് ആവുന്നുണ്ട്. നോർമലി അത് അത്ര ഭയങ്കരമായിട്ടൊരു സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നില്ല. കുറച്ച് കോമഡി, കുറച്ച് എന്റർടൈൻമെന്റ്, അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് എടുത്തിരിക്കുന്നത്. കോമഡി വർക്കൗട്ട് ആയിട്ടുണ്ട് അത്യാവശ്യം കുറച്ചുള്ളൂ. എന്നാലും അത് ആ ഒരു സീരിയസ്നെസ് നിലനിർത്തിക്കൊണ്ട് തന്നെ കോമഡി സെറ്റാക്കിയിരുന്നു. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമ. ഇപ്പൊ നമ്മ കുട്ടികളെ കൊണ്ട് വന്നില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിച്ച് ഗിർ എന്നുള്ളൊരു കൂടുതലായിട്ട് അറിയില്ലായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ച ഒരു ആക്ഷൻ മൂവി ആയിരിക്കും ആ രീതിയിൽ. പക്ഷെ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മൂവിയാണ്. 2 മണിക്കൂർ കോമഡി എന്റർടൈൻമെന്റ് ആണ്. ഫുൾ കോമഡി, ഒരു ലാഗ് ഫീൽ അങ്ങനെയൊന്നുമില്ല. 2 മണിക്കൂർ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാക്കോച്ചനാണ്. പിന്നെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് സുരാജേട്ടന്റെ റേഞ്ച് അങ്ങ് മാറുകയാണ്. സെക്കൻഡ് ഹാഫ് തൊട്ട് സുരാജേട്ടന്റെ കൗണ്ടറൊക്കെ സൂപ്പർ ആയിരുന്നു. ചാക്കോച്ചൻ ഓൾമോസ്റ്റ് 100% പടത്തിൽ കൊടുത്തിട്ടുണ്ട്. കൊള്ളാം.